മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമം. നാട്ടിലിറങ്ങിയ പടയപ്പ പെരിയവര എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്തു. പുലർച്ചെയായിരുന്നു സംഭവം. നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, പടയപ്പയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ. പുതുവർഷത്തിലും ഈ മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണത്തോടു കൂടിയാണ് മൂന്നാർ പുതുവർഷ പുലരിയെ അല്ലെങ്കിൽ പുതുവർഷത്തെ വരവേറ്റത്. തുടർച്ചയായി ഈ കാട്ടുകൊമ്പൻ ഈ റേഷൻ കടകൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ ഈ റേഷൻ കട തകർത്തത്. മുമ്പ് ഈ ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട ആന തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ പെരിയവര എസ്റ്റേറ്റിലും ആന റേഷൻ കട തകർത്തിട്ടുള്ളത്. കടയ്ക്കുള്ളിൽ നിന്ന് 3 ചാക്കോളം അരി ആന കുത്തിയെടുക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിനു ശേഷമാണ് കാട് കയറിയത്. പുലർച്ചെ മുതൽ ഈ മേഖലയിൽ ആന ഈ എസ്റ്റേറ്റ് മേഖലയിൽ ലയങ്ങളോട് ചേർന്ന് തമ്പടിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലുമായിരുന്നു. ഈ തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഒരു ആനയുടെ ആക്രമണം, ഇത് റേഷൻ കടകൾക്ക് നേരെയും ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും ഒക്കെയാണ് തുടർച്ചയായി ഈ ഒരു ആക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങളുള്ളത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആനയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അവിടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആന അക്രമാസക്തനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ അടിയന്തരമായി തന്നെ ഉണ്ടാവണമെന്നൊരു ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ആന ഇനി പുറത്തേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്താത്ത തരത്തിൽ ആനയെ കാട്ടിൽ തന്നെ കയറ്റിവിടാനുള്ളൊരു നടപടി അത് ഉണ്ടാവണം. അത് വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഇതുവരെ അത് പാലിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ വനം വകുപ്പോ അല്ലെങ്കിൽ സർക്കാർ ശ്രമിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ എത്രയും വേഗം കാട് കയറ്റണം എന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.